കുട്ടികളുടെ പ്രാണനെടുത്ത മഴയെ എങ്ങനെ പഴിക്കാതിരിക്കാറുണ്ട്. ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മളും അറിയാതെ മഴയെ പഴിച്ചു പോകും. ഒരു മഴ ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കിയ ഒരു ചിത്രത്തിലൂടെയാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ എന്റെ മനസ്സിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും അവിടുത്തെ ദുരന്തമുഖം തന്നെയായിരുന്നു. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന ഒരു ചെറിയൊരു പുസ്തകം. അതിൽ നിന്ന് എനിക്ക് ഈ പുസ്തകം അയച്ചെന്ന ശ്രുതിക്ക് ഞാനൊരു നന്ദി പറയുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ജോണർ പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് ദിവസമായിട്ട് തോരാതെ പെയ്യുന്ന മഴയിൽ ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കിയ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു. പിന്നീട് ആ നാട്ടിൽ ബാക്കിയായത് ജീവനില്ലാത്ത ശരീരങ്ങൾ മാത്രമാണ്. അതിലെ 2 ശരീരത്തിൽ അവിടുത്തെ പോലീസും അവിടുത്തെ ഡോക്ടേഴ്സും കണ്ടെത്തുന്ന ദുരൂഹതയാണ് ഈ കഥയിലെ വഴിത്തിരിവ്. പിന്നീട് അവരെ പറ്റിയുള്ള അന്വേഷണമാണ് ഈ പുസ്തകത്തിൽ എഴുത്തുകാരി ശ്രുതി വിവരിക്കുന്നത്. അവരുടെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തുമ്പോഴും വായനക്കാരെ പോലെ തന്നെ കുറെ ചുരുളഴിയാത്ത ചോദ്യങ്ങൾ ബാക്കിയായൊക്കെയാണ് ആ പോലീസ് കാരണം ആ അന്വേഷണം അവസാനിപ്പിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചെറിയ പുസ്തകം ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.